സെബാൻ കൊടുത്തിരിക്കുന്ന ഈ റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ റോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഈ സമയത്തിനുള്ളിൽ ലക്ഷങ്ങളാണ് കണ്ടിരിക്കുന്നത്. സ്വിമ്മിങ് എന്താണെന്നോ റെസ്ക്യൂ എന്താണെന്നോ ഇദ്ദേഹത്തിന് ഒരു അവബോധം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലേൺ ഇൻ സ്വിമ്മിൻ്റെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം വീഡിയോകളൊക്കെ ഇടുന്ന ഒരു സെബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ മുഴുവനും ഏകദേശം ഒരു റോസ്റ്റിംഗ് ടൈപ്പുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ അർജുനൊക്കെ ചെയ്യുന്നത് പോലെ ഉള്ളൊരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കുള്ളത്. പക്ഷെ അർജുൻ്റെ പോലത്തെ അല്ല എങ്കിലും ഒരു സെബാൻ ടൈപ്പ് വീഡിയോസാണ്. അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലികളൊക്കെ വളരെ നല്ലതാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ശൈലിയാണ്. ഞാൻ പല വീഡിയോസും അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. എന്തെല്ലാം ആയാലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചൊരു കാര്യമായിട്ടുള്ള അറിവ് ഇല്ല എങ്കിൽ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ച് അതിനെക്കുറിച്ച് വാചാലനായി തീരുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു വീഡിയോ ഈ സമൂഹത്തിന് അതൊരു റോങ് ഇൻഫർമേഷൻ ആയിട്ടായിരിക്കും വരിക. അങ്ങനെ തെറ്റായിട്ട് വരുന്ന മെസ്സേജ് നമ്മൾ തിരുത്തപ്പെടേണ്ടതല്ലേ? നമുക്ക് സബാന്റെ ഒരു വീഡിയോയിലേക്ക് കടന്നു പോവാം. ഇത്തരം വീഡിയോസുകളുടെ കമന്റ് ബോക്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപകടം പേടിച്ചിട്ടാണെങ്കിൽ കൂടി ഇതിനെ കഴപ്പാണെന്നും തിന്നതെല്ലിൽ കുത്തിയിട്ടാണെന്നും രക്ഷിതാക്കളുടെ പോരായ്മയാണെന്നും എന്നിങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞ ഒരു പരിധിവരെ നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കണ്ടേ? പ്രത്യേകിച്ച് കേരളത്തിൽ നിലയില്ലാത്ത നിളയിലകപ്പെട്ട് പേമാരി കോരിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ രക്ഷയ്ക്കായി കരയെ നോക്കി അലറി വിളിക്കുന്ന ആ ജീവനെ ചങ്കുറപ്പും ആത്മവിശ്വാസവും വേണ്ടത്ര പരിശീലനവും ഇല്ലാത്ത കാരണം കൊണ്ട് വെറും കാഴ്ചക്കാരായി കണ്ടു നിൽക്കുന്നവർക്കിടയിൽ തന്റെ ജീവൻ പോലും പണയം വെച്ച് ആ പിടയുന്ന ജീവന് വേണ്ടി കുതിക്കാൻ ഇവരിൽ പലരുമായിരിക്കും നാളെ റെസ്ക്യൂ ഫോഴ്സിന്റെ ചുക്കാൻ പിടിക്കാൻ എത്തുന്നവർ. അവർ പരിശീലിക്കട്ടോ, ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ധൈര്യം സംഭരിക്കട്ടെ, ഏത് പരീക്ഷണങ്ങളോടും ചെറുത്തു നിൽക്കാനുള്ള ശേഷിയുണ്ടാകട്ടെ, എന്തിനും പോന്നവരായി വളരട്ടെ. സെബാനെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചെറിയൊരു അറിവെങ്കിലും വേണ്ടേ? KGF BGM ഇട്ടിട്ട് തള്ളി മറിക്കാൻ പാടുണ്ടോ? സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തെയും സ്വിമ്മിങ്ങിനെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. സ്വിമ്മിങ് എന്താണെന്നോ റെസ്ക്യൂ എന്താണെന്നോ ഇദ്ദേഹത്തിന് ഒരു അവബോധം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കനാലിൽ വെള്ളം ഇടുമ്പോൾ അതിനകത്ത് ചാടി മറിയുന്നതാണ് റെസ്ക്യൂ എന്നാണ് ഇദ്ദേഹം കരുതിയിരിക്കുന്നത്. സെബാന്റെ വാദം എന്ന് പറയുന്നത് ഈ ചാടുന്ന കുട്ടികളായിരിക്കും നാളെ റെസ്ക്യൂവിന്റെ ചുക്കാൻ പിടിക്കുന്നവർ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആയിരിക്കാം, അല്ലായിരിക്കാം. എന്നതുകൊണ്ട് ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ കുട്ടികളെ സ്വിമ്മിങ്ങിന് വിടണം അല്ലെങ്കിൽ അവിടെ ചാടാനായിട്ട് വിടണം എന്നുള്ളതാണോ സെബാൻ പറയുന്ന കാര്യം? ഇങ്ങനെ ചാടുന്നതാണോ റെസ്ക്യൂ? ഒരു ഉദാഹരണമായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കുട്ടിക്ക് നാളെ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ സെബാൻ പറയൂ, മോനെ ഇന്നു മുതൽ നീ എല്ലാ ദിവസവും ഓപ്പറേഷൻ ചെയ്ത് പഠിക്ക്, നാളെ നീ ഒരു ഡോക്ടർ ആവേണ്ടവനല്ലേ എന്ന് പറയൂ? അല്ലെങ്കിൽ ഈ കുട്ടികളിൽ തന്നെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു പട്ടാളക്കാരനാവണം എന്നാണ് ആഗ്രഹമെങ്കിൽ മോനെ നീ ഇന്നു മുതൽ പോയിട്ട് തോക്കെടുത്ത് വെടിവെക്കാൻ പഠിക്ക്, നാളെ നീ ആർമിയുടെ ചുക്കാൻ പിടിക്കുന്നവനായിരിക്കേണ്ടവനല്ലേ എന്ന് സെബാൻ പറയൂ? എൻ്റെ സെബാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സെബാന് സ്വിമ്മിങ് എന്താണെന്നോ റെസ്ക്യൂ ട്രെയിനിങ് എന്താണെന്നോ ഒന്നും അറിയാതെയാണ് സെബാൻ ഇവിടെ വാചാലനാകുന്നത്. ഇങ്ങനെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള വീഡിയോ ഇടുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് സെബാന്. സുരക്ഷിതത്വം ഒട്ടുമില്ലാത്ത സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചാണ് സെബാൻ പറയുന്നത് അവർ ചാടട്ടെ, അവർ സ്വിം ചെയ്യട്ടെ എന്നുള്ളത്. ഇങ്ങനെയുള്ള ആശയഗതികൾ ഉള്ളത് കൊണ്ടാണ് സെബാനെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 2022 മുൻപുള്ള 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 11,947 പേരാണ് കേരളത്തിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്.
അതിൽ 2023-24 കണക്കുകൾ നമ്മൾ കൂട്ടിയിട്ടില്ല. 2024 കണക്ക് ഈ ഒരു 5-6 മാസത്തിന് ശേഷം നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2000-അടുത്ത് കുട്ടികൾ ഓൾറെഡി ഇപ്പൊ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒരു കാരണവശാലും സമൂഹത്തിലേക്ക് കൊടുക്കാനായിട്ട് പാടില്ല. സെബാനോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, താങ്കൾ മറ്റുള്ള വീഡിയോകൾ ചെയ്യുന്നത് പോലെയല്ല ഇത്തരം വീഡിയോകൾ ചെയ്യുമ്പോൾ. നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് താങ്കളുടെ വീഡിയോന്റെ ഇൻഫ്ലുവൻസ് മൂലം ഏതെങ്കിലും ഒരു വീട്ടിലെ കുട്ടി ഇതുപോലെ വെള്ളത്തിൽ പോയി സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ പോയി സ്വിം ചെയ്ത് ചാടി മറിഞ്ഞ് ഇതുപോലെ അപകടങ്ങളിൽ പെടില്ല എന്നുള്ളത് താങ്കൾക്ക് പറയാനായിട്ട് സാധിക്കുമോ? താങ്കൾ തന്നെ താങ്കളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് അപകടം നിറഞ്ഞ ഒരു സംഭവമാണ് എന്നുള്ളത്. നമുക്ക് ആ ക്ലിപ്പിലേക്ക് നമുക്കൊന്ന് പോവാം. അപകടം പേടിച്ചിട്ടാണെങ്കിൽ കൂടി കണ്ടോ, ഇത്തരം നീന്തലുകളിൽ അപകടം ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് സെബാന് തന്നെ അറിയാം. എന്നിട്ടാണ് അദ്ദേഹം ഇവിടെ ഇത്രയധികം വാചക കസരത്തുകൾ നടത്തുന്നത്. ഈ വീഡിയോയില് ഇപ്പൊ ഈ സെബാൻ കാണിച്ച് ഈ വീഡിയോയിലുള്ള കുട്ടികൾ മുഴുവനും സേഫ് സോണിലാണ് എന്നുള്ളത് സെബാന് ഉറപ്പ് തരാനായിട്ട് സാധിക്കുമോ? നമ്മൾ ഈ വീഡിയോയിൽ തന്നെ മറ്റൊരു ക്ലിപ്പിലേക്ക് നമുക്കൊന്ന് പോവാം. ഇല്ലാത്ത നിളയിൽ അകപ്പെട്ട് പേമാരി കോരിയെടുത്ത് കൊണ്ടുപോകുമ്പോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? എത്രയോ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ആ ഉന്തുന്നതും ആ ചാടുന്നതും വലിയൊരു അപകടത്തിലേക്ക് പോവാനായിട്ട് ഒട്ടനവധി സാധ്യതകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഏകദേശം 10 വർഷത്തെ നീന്തൽ ട്രെയിനിങ് രംഗത്തിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെബാൻ കൊടുത്തിരിക്കുന്ന ഈ റോങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ റോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഈ സമയത്തിനുള്ളിൽ ലക്ഷങ്ങളാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇത്ര പെട്ടെന്ന് ഇത്ര ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഫാമിലിയിൽ നിൽക്കുന്ന ആൾക്കാരെങ്കിലും ഈ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാരണവശാലും സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു കാരണവശാലും സാഹസികത കാണിക്കാനായിട്ട് പാടില്ല. അത് നിങ്ങളെ അപകടം വിളിച്ചു വരുത്തുക തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സെബാനെ ടാഗ് ചെയ്യുന്നതായിരിക്കും. എങ്കിലും ചിലപ്പോൾ എൻ്റെ ഒരു ടാഗ് കൊണ്ട് സെബാൻ ഇത് ശ്രദ്ധിച്ചു എന്ന് വരികയില്ല. നിങ്ങളിൽ ഒരു 10-20 പേര് ഒറ്റയടിക്ക് സെബാൻ ഇത് ടാഗ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു മറുപടി വീഡിയോ സെബാൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിനൊന്ന് ടാഗ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു നല്ലൊരു വിഷയവുമായിട്ട് കടന്നു വരാം. അതുവരേക്കും ബൈ.